ഇത് ചെന്നൈ മാതാപുരം ബോട്ടാണിക്കൽ പാർക്കാണ്. നല്ല മനോഹരവും വിസ്തൃതവും വിശാലവുമായിട്ടുള്ള ഒരു പാർക്കാണ്. ഇവിടെയൊക്കെ നിറയെ കടലാസ് പൂക്കളുണ്ട്. പിങ്ക് കളറിലുള്ള കടലാസ് പൂവാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വരുമ്പോൾ നിറയെ കടലാസ് പൂക്കളുണ്ട്, നിറയെ കളർ വെറൈറ്റീസും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം പക്ഷേ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കളർ വെറൈറ്റീസ് ഒന്നും കാണുന്നില്ല. ഒരു കളർ മാത്രമേ കാണുന്നുള്ളൂ, ഈ പിങ്ക് കളറ്. അത് നല്ല നിറയെ ഉണ്ട്. ഇതാ ഇവിടെ കുറച്ച് അൽസി ചെടികളുണ്ട്. പണ്ട് ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെ എവിടെയും കാണുന്നില്ല. ഇതാ ഇവിടെ ഒരു മഞ്ഞ അൽസി, നല്ല രസമുണ്ട്, നല്ല കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ചെറിയൊരു തടാകമൊക്കെ ഉണ്ട്. പിന്നെ ഈ പാർക്കിൻ്റെ ഉള്ളിലേക്ക് വരാൻ ഒരാൾക്ക് 30 രൂപ വെച്ച് വാങ്ങുന്നുണ്ട് കേട്ടോ. ഇത് ഇവിടെ ഒരു മഞ്ഞ സുന്ദരി നിൽക്കുന്നുണ്ട്, മഞ്ഞ കോളാമ്പി പൂവാണ് കേട്ടോ. പിന്നെ ഇതാ എന്ത് രസമാണ് കാണാൻ. ഇതാ വഴിയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. പൂക്കളെല്ലാം നല്ല ചെടികളെല്ലാം നല്ല കട്ട് ചെയ്ത് നല്ല ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് അവർ. ഇവിടെ കുറച്ച് ചെത്തിപ്പൂവൊക്കെ ഉണ്ട്. ഇതാ നിറയെ ചെത്തിപ്പൂവുണ്ട് കണ്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെറിയ ചെറിയ കുറ്റി കുറ്റി ചെടിയായിട്ടാണുള്ളത്. കുറച്ചകലെയായിട്ട് എന്തോ ഒരു ഷൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ഇവിടെ പൂക്കളൊക്കെ കാണാൻ തന്നെ മനോഹരമായിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിക്കുകയാണ്. നല്ല രസമുണ്ട്. പൂക്കളൊക്കെ കണ്ട് ഇതിന് ഇവിടെയുള്ള പ്രകൃതി ഭംഗിയും മരങ്ങളും എല്ലാം കണ്ട് ഇങ്ങനെ നടക്കാൻ നല്ല സുഖമാണ്. വലിയൊരു പാർക്കാണ്, അതുകൊണ്ട് തന്നെ എക്സർസൈസൊക്കെ ചെയ്യുന്നവർക്ക് നല്ല സുഖമാണ്. നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നല്ല നേച്ചറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല റിലാക്സായി നടക്കണമെങ്കിൽ അങ്ങനെയാകാം. കുറേ കളർ ചെടികളുണ്ട്. പിന്നെ ഇതാ കളർ ചെടി നല്ല മനോഹരമായിട്ടുണ്ട്. അതുപോലെ പാം ട്രീ ഉണ്ട്. പിന്നെ നിറയെ കർട്ടൻ ക്രീപ്പർ മാതിരി ക്രീപ്പർ ചെടികളുണ്ട്. ഇത് ചെത്തി ചെടിയാണ്, നല്ല തിക്കായിട്ടുണ്ട്, നല്ല ബുഷിയായിട്ട്. ഇതിൽ നിറയെ മുട്ടുകളുണ്ട്, ശരിക്ക് വിടർന്നിട്ടില്ല. വിടർന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. നിറയെ മുട്ടുകളാണ്. ഇവിടെ പല പല സസ്യങ്ങളുണ്ട് കേട്ടോ. ഈ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെയും അവയുടെ ജനിതക വൈവിധ്യത്തെയും ഒക്കെ ഇവിടെ സംരക്ഷിക്കുന്നു. ഇത് ഇവിടെ കുറച്ച് അരളിച്ചെടിയൊക്കെ ഉണ്ട്. നല്ല പിങ്ക് കളറിലുള്ള അരളിച്ചെടിയാണ്. ആഹാ, എന്ത് ഭംഗി. ഇവിടെ ഒരു ചെടിയുണ്ട് കേട്ടോ. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂവാണ് ഇതിനുള്ളത്. നല്ല റെഡ് കളറായിട്ടുള്ള പൂവാണ്. പക്ഷേ ഇതിൽ നിറയെ മുള്ളുകളുണ്ട് കേട്ടോ. പക്ഷേ പൂ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നല്ല കളർഫുള്ളായിട്ടുള്ള വേറെ വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ. ഇവിടെ ഏതോ ഒരു ചെടിയുണ്ട്, പേരറിഞ്ഞുകൂടാ. ഇവിടെ ഒറ്റക്കൊരു ചെടി ഇരിക്കുന്നതാ, പാവം ചെടി. അരിപ്പ്, നിറയെ അരിപ്പ്. ഇതാ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാ ഇവിടെ വേറൊരു കൂട്ടം ചെടിയുണ്ട്, നിത്യ കല്യാണി ചെടി. നല്ല വെള്ള കളറിൽ നല്ല വയലറ്റ് കളറിലുള്ളത് ഉണ്ട്. അങ്ങനെ കുറേ ചെടികളുണ്ട്. ഇതാ ഇവിടെ ഒരു ക്രീപ്പർ വെറൈറ്റി ആയിട്ടുള്ള ചെടി. ഇതാ കർട്ടൻ ക്രീപ്പർ ആണെന്നാണ് തോന്നുന്നത്. നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് ഊഞ്ഞാലാടുന്നൊക്കെ ഉണ്ട്. അങ്ങനെ വൈകുന്നേരം 6 മണിയായെന്ന് തോന്നുന്നു.
ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ട്. എല്ലാവരും ഗാർഡനിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറയുകയാണ്. അങ്ങനെ സമയം കഴിഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ്.